यीशु मन में आओ, दिल में मेरे बस जाओ। यीशु मन में आओ, दिल में मेरे बस जाओ। सारे पापों को क्षमा कर मुझको अपना बनाओ। यीशु मन में आओ। मेरे दिल की धड़कनों में मैंने तुमको എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ഏകദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ വചന പ്രഘോഷണത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പിനെ കുറിച്ച് നാം കേട്ടു, മനസ്സിലാക്കി. ഇപ്രാവശ്യം ഈ മുന്നറിയിപ്പിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈശോ നമ്മോട് പറയുകയാണ്, മുന്നറിയിപ്പ് ലോകമാസകലം ഉള്ള മാനവരാശിയുടെ മേൽ ഏൽപ്പിക്കുന്ന ആ ആഘാതം അത് നിസ്സാരമായിട്ട് എടുക്കരുതെന്ന് അവിടുന്ന് പറയുന്നു. കാരണം ഈ മുന്നറിയിപ്പ് അനേകരിൽ ഒരു വലിയ ഭയം തന്നെ സൃഷ്ടിച്ചേക്കും. മുന്നറിയിപ്പിനെ പറ്റി അറിഞ്ഞുകൂടാത്തവരുടെ കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്. 2 വാൽനക്ഷത്രങ്ങൾ ഭൂമിയുടെ മുകളിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ മഹാവിപത്ത് ഭൂമിയിലുള്ള സകല ജനതകളും കാണും. എന്താണ് യഥാർത്ഥത്തില് വാൽനക്ഷത്രങ്ങൾ? നക്ഷത്രം എന്താണ്? നമുക്കറിയാം, ആകാശഗംഗയിലുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയുള്ള ആ നക്ഷത്രങ്ങളില് ഭൂമിയുടെ സമീപത്തുള്ള ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ഭൂമിയെക്കാളും ഏകദേശം 80,000 ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. എന്നാൽ ആ സൂര്യനേക്കാളും ലക്ഷക്കണക്കിന് വലിപ്പമുള്ള ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങളുണ്ട് ആകാശഗംഗയിൽ. അവയുടെ എണ്ണം കടൽത്തട്ടിലെ മണൽത്തരികൾ പോലെയാണ്. ഇങ്ങനെയുള്ള സ്വയം ജ്വലിക്കുന്ന 2 നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ പ്രകമ്പനവും അത് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അഗ്നിയും പുകയും തീജ്വാലകളും, പ്രിയപ്പെട്ടവരെ, അനേക അഗ്നിപർവ്വതങ്ങൾ ഒന്നിച്ചു പൊട്ടിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അതുപോലെയായിരിക്കും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു, നാം ഈ സന്ദേശം അറിയില്ലാത്തവരുടെ പക്കലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഒരു നിമിഷം പോലും വൈകാതെ ജാതി, മത, വർഗ ഭേദ, ഭാഷ, വർണ്ണമന്യേ സകലരിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് സകലരുടെയും രക്ഷയ്ക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? രാഷ്ട്രത്തലവന്മാര് വലിയ ഉത്തരവാദിത്തമുള്ളവരാണെന്ന് നമ്മൾ പറയും. ശരി, ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ ഉത്തരവാദിത്തമാണ് ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്വം. ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കാനുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഓരോ പുരോഹിതൻ. അതിനുശേഷം സമർപ്പിതരാണ്. ജീവിതം ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് ഏറ്റവും
ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം. താലത്തിന്റെ കണക്ക് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലത്തിന്റെ കണക്കനുസരിച്ച് ഒരു നിശ്ചിത ഗണം ആത്മാക്കളെ നമ്മുടെ ജീവിതകാലത്ത് നാം ദൈവത്തിന് നേടിക്കൊടുക്കണം. പ്രധാനമായിട്ടും നമ്മുടെ പ്രസംഗത്തിൽ മാത്രമല്ല, ഏറ്റവും കൂടുതലായി ജീവിത വിശുദ്ധിയിലൂടെ, അതിനുശേഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖം നോട്ടമില്ല. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. സകലരുടെയും രക്ഷ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ 99 ആടിനെ ഉപേക്ഷിച്ച് ഒരു ആടിന്റെ പിന്നാലെ പോയ ആ ഉപമ കർത്താവ് പറഞ്ഞത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുതെന്ന് എൻ്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുമെന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് നിനവയിലേക്ക് നോക്കാം. നിനവയിലെ നിവാസികൾ ആരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നില്ല, അവർ യഹൂദരായിരുന്നില്ല. അവർ സൃഷ്ടവസ്തുക്കളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. അവരെപ്പറ്റി എന്താണ് കർത്താവ് പറയുന്നത്? ഇടം വലം തിരിച്ചറിയാൻ കഴിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവർ. അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവരുടെ അറിവില്ലായ്മ സാത്താൻ മുതലെടുത്തു. സകലവിധ പാപബന്ധനങ്ങളിലും അവരെ ബന്ധിച്ചിട്ടു. അവരുടെ പാപം വളരെ വലുതായിരുന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ യോനാപ്രവാചകനെ അയക്കുകയാണ്. യോനാപ്രവാചകൻ ഇതുവരെ വിജാതിയോട് പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകനത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹം യഹൂദർ ധാരാളമായിട്ടുള്ള താർശീസിലേക്ക് കപ്പൽ കയറി. എന്നാൽ കപ്പൽ നടുക്കടലിലെത്തിയപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റും അതോട് ചേർന്ന് തിരമാലകൾപ്പെട്ട കപ്പൽ മുങ്ങാൻ പോകുന്ന തരത്തിലായി. അവരെല്ലാവരും ഭയപ്പെട്ടു. കപ്പലിലുള്ള എല്ലാ ഭാരമേറിയ വസ്തുക്കളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും കപ്പലിനെ നിയന്ത്രിക്കാൻ അവർക്കായില്ല. ദൈവം കപ്പിത്താന്റെ മനസ്സിലൊരു ചിന്ത കൊടുത്തു. ഈ കപ്പലിൽ ഒരു പാപിയായ വ്യക്തിയുണ്ട്. ആ വ്യക്തി കാരണമാണ് ഈ അനർത്ഥമുണ്ടായത്. ഒരുവിൻ നമുക്ക് നറുക്കിടാം എന്ന് പറഞ്ഞ് നറുക്കിട്ടപ്പോൾ യോനായ്ക്ക് നറുക്ക് വീണു. കപ്പിത്താൻ യോനായോട് ചോദിച്ചു, എന്ത് തെറ്റുവഴിയായിട്ടാണ് ഈ അനർത്ഥം ഞങ്ങൾ വന്നത്? നീ എവിടെ നിന്ന് വരുന്നു? നീ ഏത് ദേശക്കാരനാണ്? നീ ആരെയാണ് ആരാധിക്കുന്നത്? യോന പറഞ്ഞു, ഞാൻ സ്വർഗവും കടലും നിർമ്മിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിൻ്റെ ദൂതനാണ്, നബിയാണ്. പ്രിയപ്പെട്ടവരെ, അവർ വീണ്ടും പിടിച്ചു, ഭയപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, ഈ ദൈവത്തിന്റെ കോപം നിൽക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യോന പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് ഇടുക, അത് മാത്രമേ മാർഗമുള്ളൂ. കാറ്റ് ശമിക്കാതിരുന്നത് കൊണ്ട് അവരെല്ലാവരും ഒന്നു ചേർന്ന്, ദൈവമേ, ഈ പാപം ഞങ്ങൾ ആരോപിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോനായെ എടുത്ത് കടലിലേക്ക് ഇടുക. ദൈവം ഒരു തിമിംഗലത്തെ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു. ആ തിമിംഗലം യോനായെ വിഴുങ്ങുന്നു. തിമിംഗലത്തിന് കർത്താവ് ആജ്ഞ കൊടുത്തു, നേരെ നിനവയിലേക്ക് യാത്ര തിരിക്കാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ 3 ദിവസത്തെ യാത്ര ചെയ്ത് ആ തിമിംഗലം ആ നിനവയുടെ തട്ടിൽ യോനായെ വായിലൂടെ പുറത്തേക്കിട്ടു. നോക്കുക, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും സൃഷ്ടവസ്തുക്കളും മനുഷ്യരെക്കാൾ കൂടുതലായി ദൈവത്തെ അനുസരിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മളൊക്കെ ഈ സൃഷ്ടവസ്തുക്കളുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടതാണ്. കാരണം നമ്മേക്കാൾ എത്ര വേഗത്തിൽ അവർ ദൈവത്തെ അനുസരിക്കുന്നു. അവർക്ക് ദൈവത്തെ അറിയാം. നാം ഇത്രമാത്രം ബുദ്ധിയും ബോധവും കഴിവുള്ളവരായിട്ടും പലപ്പോഴും നാം ദൈവത്തെ അനുസരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ,
യോനയോട് കർത്താവ് ആവശ്യപ്പെട്ടു, നിന്മയിൽ പോയി വചനം പ്രസംഗിക്കുക. ഒരു ദിവസത്തെ യാത്ര ചെയ്ത് യോന നിനവേ നിവാസികളോട് പ്രസംഗിച്ചു. ഒരു 40 ദിവസം മാത്രം. 40 ദിവസത്തിന് ശേഷം ദൈവം ഈ നഗരത്തെ നശിപ്പിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ജനത ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഭയപ്പെടുത്തുന്ന മെസ്സേജാണ്. ദൈവം ഭയപ്പെടുത്തുന്ന മെസ്സേജ് തരില്ല. ഞാനിത് പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്ത് അനേകര് എന്തിനു പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവർ വരെ കൂടെ വിശ്വസിക്കുന്ന രീതിയാണ് ദൈവം ഭയപ്പെടുത്തുന്ന സന്ദേശം തരില്ല. നോക്കുക, ഇത് ഭയപ്പെടുത്തുന്നതാണോ? 40 ദിവസം കഴിഞ്ഞാൽ ഈ നഗരത്തെ ദൈവം നശിപ്പിക്കുന്നവർ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷെ അവര് ആ രീതിയിലാണോ എടുത്തത്? ദൈവം അങ്ങനെ ഭയപ്പെടുന്ന സന്ദേശം തരില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാതിരുന്നു. അവർ സ്വീകരിച്ചു. അവര് ഗൗരവമായിട്ട് എടുത്തു. തങ്ങളുടെ പാപങ്ങൾ കാരണമാണ് ഈ ശിക്ഷ വരാൻ പോകുന്നത്. അവർ മാത്രമല്ല, രാജാവിന്റെ കാലുകളിലെത്തി. ആ രാജാവ് ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. തന്റെ രാജ്യത്തിലെ ഓരോരുത്തരും, മനുഷ്യര് മാത്രമല്ല മൃഗങ്ങളെ സഹിതം ഇന്നു മുതൽ ഉപവാസം പ്രഖ്യാപിക്കുന്നു. എല്ലാവരും തങ്ങളുടെ അതിക്രമങ്ങളും തിന്മകളും ഉപേക്ഷിക്കുക എന്നും മൃഗങ്ങൾ വരെ കൂടെ ഉപവസിക്കാനും രാജാവ് ആജ്ഞയിട്ടു. ഒരുപക്ഷെ ദൈവം നമ്മോട് കരുണ കാണിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണാമേനാണ്. ദൈവം ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് അവരോട് ക്ഷമിച്ചു. എന്നാൽ യോനായ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യോന വളരെ കോപത്തോടുകൂടെ നഗരത്തിൻ്റെ ഒരു മൂലയിൽ പോയി ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കി. എന്താണ് നഗരത്തിന് സംഭവിക്കുന്നത് അറിയാൻ അവിടെ ഇരുന്നു. കർത്താവ് ഒരു ചെടിയെ മുളപ്പിച്ചു. ആ ചെടി കൂടാരത്തിൻ്റെ മുകളിൽ നല്ല തണലായി മാറി. യോനായ്ക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത ദിവസം കർത്താവ് ഒരു പുഴുവിനോട് ആജ്ഞാപിച്ചു, ആ ചെടിയെ ആക്രമിക്കുക. അത് ആക്രമിച്ചു. അത് വാടിപ്പോയി. അടുത്ത ദിവസം ഭയങ്കരമായ ഉഷ്ണവും അതുപോലെ ചൂടും കൊണ്ട് യോന ആകെ കുഴഞ്ഞു, ആകെ മടുത്തു. മരിക്കുന്നതാണ് നല്ലതെന്ന് യോനായ്ക്ക് തോന്നി. അപ്രകാരം പറഞ്ഞു, ജീവിച്ചിരിക്കുന്നതിൽ മരിക്കുന്നതാണ്. കർത്താവ് യോനോട് ചോദിച്ചു, നീ കോപിക്കുന്നു? ആ ചെടിയെക്കുറിച്ച് നീ കോപിക്കുന്നു? ആ ചെടിക്ക് വേണ്ടി നീ ഒന്നും അധ്വാനിച്ചിട്ടില്ല. ഒരു ദിവസം കൊണ്ട് അത് വളർന്നു. ഒരു ദിവസം കൊണ്ട് അത് പാടിപ്പോയി. എന്നിട്ടും നിനക്ക് ആ ചെടിയോട് അനുകമ്പ തോന്നുന്നു. അങ്ങനെയെങ്കിൽ 1,20,000-ൽ പരം ആളുകളും അനേകം കന്നുകാലികളും മൃഗങ്ങളുമുള്ള നിനവിയോട് എനിക്ക് കരുണ തോന്നരുതോ? പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കുക. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അതിരറ്റ കരുണയെന്നാണ് ഇതിന് പറയുന്നത്. എത്ര അധികമാണ്! അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നമ്മോട്, പ്രിയപ്പെട്ടവരെ, ഈ മുന്നറിയിപ്പിന്റെ സന്ദേശം ഇത് കരുണയുടെ സന്ദേശമാണ്. ഇത് രക്ഷയുടെ സന്ദേശമാണ്. ഇവിടുന്ന് പറയുകയാണ്, ഈ മുന്നറിയിപ്പില്ലായിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് ജനതകൾ നരകത്തിൽ പതിക്കുമായിരുന്നു. വാസ്തവമല്ലേ? ഇന്നത്തെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കുക. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ ദൈവം മുന്നറിയിപ്പ് പോലെ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ ആരാണ് രക്ഷപ്പെടാൻ പോകുന്നത്? അത്ര ഭയങ്കരമാണ് ഇന്നത്തെ കാലഘട്ടം, തിന്മ നിറഞ്ഞ കാലഘട്ടം. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, പ്രിയമക്കളെ, ഇത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും അസ്തിത്വം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ കരുണയും എൻ്റെ സ്നേഹവും പ്രകടമാകുമ്പോൾ, നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷവും ആഹ്ലാദവും കാണുവാൻ ഞാൻ എത്രമാത്രം കാത്തിരിക്കുന്നു എന്ന് കർത്താവ് പറയാണ്. നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷവും ആനന്ദവും, ആ ആഹ്ലാദം നിറഞ്ഞ ആ ദിനം ആഗതമാകുന്നതിന് വേണ്ടി ഞാൻ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ കാത്തിരിക്കുകയാണ്. അന്ന് നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും
സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാകുമെന്ന് അവിടുന്ന് പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് ഇത് വലിയ ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയമായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുകയും നാം എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ചിലവരെങ്കിലും പറയും ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മുടെ പാപങ്ങളാണ് നമ്മെ ശിക്ഷിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തൻ്റെ ഏകപുത്രനെ നൽകാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഈ കാര്യം കുറെ കൂടെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പിതാവ്, ആ പിതാവിന് സ്നേഹം നിറഞ്ഞൊരു പുത്രൻ. ആ പുത്രന് വേണ്ടി മാത്രമാണ് ആ പിതാവ് ജീവിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ ആ പുത്രന് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കി വീടും പറമ്പും എല്ലാം പുത്രന് വേണ്ടി. ആ പുത്രന്റെ സന്തോഷം മാത്രമാണ് ആ പിതാവിനുള്ളത്. അങ്ങനെ എനിക്ക് ആ പിതാവ് മകനോട് പറയാണ്, മകനെ നീ പട്ടണത്തിൽ ചെന്ന് ഒരു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. പട്ടണത്തിലേക്ക് പോകാൻ 2 വഴികളുണ്ട്. ഒന്ന് ദൈർഘ്യമേറിയൊരു വഴിയാണ്, എന്നാൽ അത് സുരക്ഷിതമായൊരു വഴിയാണ്. സുരക്ഷിതമായി പോയി തിരിച്ചു വരാം. എന്നാൽ ഫോറസ്റ്റിലൂടെ ഒരു വഴിയുണ്ട്, അത് ഷോർട്ട് കട്ടാണ്, പകുതി വഴിയേ ഉള്ളൂ, എന്നാൽ അവിടെ അപകടമുണ്ട്. ഇതിനു മുമ്പ് പോയ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊള്ളക്കാരായി. അതുകൊണ്ട് മകനോട് പറഞ്ഞു, മകന് ഒരു കാരണവശാലും നീ ആ ഷോർട്ട് കട്ടിലൂടെ പോകരുത്, പക്ഷേ ഈ സുരക്ഷിതമായ സ്ഥലത്തിലൂടെ പോയി തിരിച്ചു വരിക. പുത്രൻ പറഞ്ഞു, പിതാവേ ഞാൻ അനുസരിച്ചുകൊള്ളാം, ഞാൻ ആ ഷോർട്ട് കട്ടിലൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും പുത്രൻ വലിയ അഭ്യാസിയായിരുന്നു, കഴിവുള്ളവനായിരുന്നു. അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, തോക്കുമൊക്കെ ഉണ്ട്. അവൻ വിചാരിച്ചു, കൊള്ളക്കാർ വന്നാൽ ഞാൻ അവരെ നേരിടും. അവൻ തൻ്റെ പിതാവിനെ അനുസരിക്കാതെ അഹങ്കാരത്തോടുകൂടെ ആ വഴിക്ക് പോവുകയും കൊള്ളക്കാരാൽ വധിക്കപ്പെടുകയും ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കുക പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ ദുഃഖം ജീവിതകാലം മുഴുവൻ മാറുന്നു. എന്നാൽ ഓർക്കുക, ഒരാത്മാവ് നിത്യമായി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിത്യമായി നരകത്തിൽ പതിക്കുമ്പോൾ, ഈ പിതാവിൻ്റെ ദുഃഖത്തേക്കാൾ കോടിക്കണക്കിന് ഇരട്ടിയാണ് നമ്മുടെ ദൈവപിതാവിൻ്റെ, സ്നേഹപിതാവിൻ്റെ ദുഃഖം. കാരണം ഒരിക്കൽ നരകത്തിൽ പതിച്ചാൽ ആ ആത്മാവിനെ ഒരിക്കലും പിന്നീട് തിരിച്ചു കിട്ടുകയില്ല. ഓരോ ആത്മാവും ദൈവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മുടെ പാപങ്ങളാണ് നമ്മെ ശിക്ഷയിലേക്ക് നയിക്കുന്നത്. ഈ നഗ്ന സത്യങ്ങള് ഈ മുന്നറിയിപ്പിന്റെ സമയത്ത് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി ബോധ്യപ്പെടുത്തും. അവിടുന്ന് പറയുകയാണ്, ഒരിക്കൽ മുന്നറിയിപ്പിലൂടെ ലഭിച്ച അനുഗ്രഹവും കൃപയും പ്രാപിച്ച ശേഷം ഒരു കാരണവശാലും ആ പഴയ വഴിയെ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുതെന്ന് അവിടെ നമ്മോട് പറയുകയാണ്. അപകടം മുന്നിൽ കാണുന്ന ഒരു പിതാവ് അപകടത്തെ പറ്റി അറിയാതെ തൻ്റെ കുഞ്ഞുങ്ങൾ ആ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ, എൻ്റെ മക്കളെ ആ വഴിക്ക് പോകരുതേ എന്ന് കെഞ്ചിക്കൊണ്ട് ദീനരോദനത്താൽ കേഴുന്ന ഒരു പിതാവിനെ പോലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമക്കളെ, ഒരിക്കൽ ഈ അനുഭവം അറിഞ്ഞ ശേഷം, ദൈവത്തെ മനസ്സിലാക്കിയ ശേഷം, ഒരിക്കൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം, സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും പിശാചിനെ പറ്റിയും നിത്യജീവനെ പറ്റിയും നിത്യ നരകത്തെ പറ്റിയും മനസ്സിലാക്കിയ ശേഷം ഒരു കാരണവശാലും
ആ പഴയ വഴിയിലേക്ക് പിന്തിരിഞ്ഞു പോകരുതെന്ന് അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മുന്നറിയിപ്പിന് ശേഷം ഉള്ള 6 ആഴ്ചകൾ ശ്രദ്ധിക്കുക. 6 ആഴ്ചകൾ ലോകമാസകലം വലിയ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദിനങ്ങളായിരിക്കും. പിശാചിന്റെ സകല പ്രവർത്തനങ്ങളും അവിടെ നിലച്ചിരിക്കും. ജനങ്ങൾ വലിയ സന്തോഷം തോന്നും. ജനം മറ്റുള്ളവരെ സ്നേഹിക്കും. ഹൃദയത്തിൽ വലിയ സ്നേഹം തോന്നും മറ്റുള്ളവരോട്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ തോന്നിക്കുന്ന ആ സ്നേഹം എന്റേതാണ്. എന്റെ സ്നേഹമാണ് നിങ്ങൾ പ്രതിഫലിക്കുന്നത്. ഓർക്കുക, സ്നേഹമില്ലെങ്കിൽ ജീവനില്ല എന്ന് അവിടുന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയവർ അതനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുകയും ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നിരന്തരം നന്ദി പറയുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നന്ദി പറയുന്ന ഒരു വ്യക്തി തീർച്ചയായും ദൈവസ്നേഹത്തിൽ നിറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള ഒരു പ്രധാന കാരണം, പ്രിയപ്പെട്ടവരെ, വേണ്ട രീതിയിൽ നന്ദി പറയാത്തതുകൊണ്ടാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. സങ്കീർത്തനം 103 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ തിരുനാമത്തെ വാഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആര് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ പ്രത്യേകത. നമ്മുടെ വീട്ടിലെ വേലക്കാരുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നു, അതവിടെ ജോലിയാണ്. എന്നാൽ അതേ പ്രവൃത്തി ഒരു പുരോഹിതൻ ചെയ്യുമ്പോൾ, ഒരു ബിഷപ്പ് ചെയ്യുമ്പോൾ, ഒരു മാർപ്പാപ്പ ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിലും ഓർത്തു നോക്കുക, നിസ്സാരരായ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വൻ കാര്യങ്ങളാണ്. അത് മറന്നു പോകുന്ന പക്ഷം ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. ഇസ്രായേൽ ജനതയുടെ പാപം എന്തായിരുന്നു? ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു ജനത ഭൂമിയിലില്ല. ഒരു കടൽ തന്നെ അവർക്കായി ദൈവം വിഭജിച്ചു, അവരെ അതിലൂടെ രക്ഷപ്പെടുത്തി. പക്ഷേ അവരെല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ മുന്നറിയിപ്പിലൂടെ ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങള് അതൊരിക്കലും മറന്നു പോകരുതെന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ കന്യകാമാതാവും കർത്താവായ ഈശോയും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ 6 ആഴ്ചകൾ ഞാൻ പറഞ്ഞു സമാധാനത്തിന്റെ ആഴ്ചകളായിരിക്കും. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ മുന്നറിയിപ്പിന് ശേഷമുള്ള സമയം യാത്രകളൊക്കെ കുറച്ച് തടസ്സപ്പെട്ടേ. ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതി വെക്കുന്നത് വളരെ നല്ലതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വെഞ്ചരിച്ച മെഴുകുതിരിയും ഹന്നാൻ വാട്ടറും സൂക്ഷിക്കണമെന്നും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. 6 ആഴ്ചയ്ക്ക് ശേഷം പൈശാചിക ശക്തികള് വളരെ കോപത്തോടുകൂടെ പകയോടുകൂടെ മനുഷ്യരെ ആക്രമിക്കാൻ ശ്രമിക്കും. ഈ മുന്നറിയിപ്പിലൂടെ പാപത്തിന്റെ പടുകുഴിയിലായിരുന്നവർ, കഠിനപാപികൾ, പൈശാചിക ശക്തികളുടെ ബന്ധനത്തിൽപ്പെട്ടിരുന്നവർ അവരെല്ലാം മോചിതരാകുമ്പോൾ സാത്താൻ അങ്ങേറ്റം കോപത്തോടുകൂടെ അവരെ തിരിച്ചു പിടിക്കാനുള്ള യജ്ഞത്തിനായി അവൻ പരിശ്രമിക്കും. അവൻ ആദ്യം ചെയ്യുന്നത് സമൂഹത്തില് ഈ മുന്നറിയിപ്പിന്റെ സമയത്ത് അനുതപിക്കാത്തവർ, കഠോര ഹൃദയരായിട്ടുള്ള പാപികൾ, അവരെ അവന്റെ അനുയായികളാണ്. ആ അനുയായികളെ അവൻ കൂട്ടി യോജിപ്പിച്ച് അവരിലൂടെ കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൂടെ
വലിയൊരു നുണപ്രചാരണം നടത്തും മുന്നറിയിപ്പിനെതിരെ. നിങ്ങൾക്കുണ്ടായ ആ സംഭവം, നിങ്ങൾക്കുണ്ടായ ആ അനുഭവം വെറുമൊരു മായാ ദർശനമായിരുന്നുവെന്നും ഒരു ഹാലൂസിനേഷൻ ആയിരുന്നുവെന്നും അത് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നും പ്രചരണം നടക്കും. സമൂഹത്തിലെ യുക്തിവാദികളും അവിശ്വാസികളും പാപികളും അത് ഏറ്റുപിടിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു പ്രചാരണം ഭൂമിയിൽ നടക്കും. കുറെ പേരൊക്കെ അത് കേട്ട് അതിൽ വീഴും, തിരിച്ചു പോകുമെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കുക, ശതകോടി കണക്കിന് ജനതകളുടെ മനസ്സാന്തരം നടക്കും. കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരിലൂടെയും മിസ്റ്റിക്കുകളിലൂടെയും ലഭിച്ച സന്ദേശങ്ങൾ വിശ്വസിക്കാത്ത സമർപ്പിതരും വൈദികരും വിശുദ്ധരായ വ്യക്തികളും ഒക്കെ ഈ സംഭവം നടക്കുമ്പോൾ മുന്നറിയിപ്പിന്റെ സമയത്ത് അവർ വിശ്വസിക്കും. അവർ വിശ്വസിക്കുക മാത്രമല്ല, തീഷ്ണതയോടുകൂടെ, ആദിമകാല അപ്പസ്തോലന്മാരുടെ തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ ശിഷ്യരോടൊപ്പം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കും. അവിടുന്ന് പറയുകയാണ്, പുരോഹിതർക്ക്, നവീകരണത്തിലേക്ക് വന്ന പുരോഹിതർക്ക് കുമ്പസാരക്കൂട്ടിൽ നിന്ന് എണീക്കുവാൻ സമയമുണ്ടാകില്ല. അത്ര വലിയ വിശ്വാസികളുടെ ക്യൂ ആയിരിക്കും ഓരോ വൈദികന്റെ മുമ്പിൽ. അത്ര വലിയ മനസ്സാന്തരങ്ങളായിരിക്കും. പുതുതായ വിശ്വാസത്തിലേക്ക് വന്ന കോടിക്കണക്കിനായ ജനതകൾ ഒരു സത്യം മനസ്സിലാക്കും, കർത്താവ് എവിടെയുണ്ടെന്ന്, ദേവാലയങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കും. പുരോഹിതർ, കത്തോലിക്ക വിശ്വാസികൾ അവരെ തേടി അവർ ഓടിയെത്തും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നും ഞങ്ങളെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ സഹായിക്കണമേ എന്നും യാചിച്ചുകൊണ്ട് അവർ ഓരോ വിശ്വാസിയുടെയും പുറകെ പോകും. അവിടുന്ന് പറയുകയാണ്, ഓരോ വിശ്വാസിയും ഈ സമയം വലിയ തീഷ്ണതയോടുകൂടെ, രക്തസാക്ഷിയുടെ തീഷ്ണതയോടെ ഓരോരോ മിഷണറിയായി മാറുന്നു. നിങ്ങൾക്ക് ദാനമായി ലഭിച്ചു, ദാനമായി നൽകുമെന്നുള്ള വചനം ഓർക്കുക. നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഓരോ വിശ്വാസിക്കുമുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. വലിയൊരു ജനസമൂഹമാണ് മാനസാന്തരത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് സ്പിരിച്വൽ ഡയറക്ഷൻ ആവശ്യമുണ്ട്. അവർക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ഓർക്കുക, അവർക്ക് നേരെ വലിയ പൈശാചിക ശക്തികളുടെ വലിയ പ്രലോഭനങ്ങളുണ്ട്. അവരെ വീണ്ടും ആ പഴയ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവനും അവന്റെ കൂട്ടരും പരിശ്രമിക്കും. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, നിരന്തരം ജപമാലയും കരുണക്കന്തിയും സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക, കഴിയുന്നത്ര ത്യാഗപ്രവർത്തികൾ ചെയ്യുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ ഇവരെ എല്ലാം കർത്താവിനായി നേടാൻ നമുക്ക് സാധിക്കും. എത്രമാത്രം നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ത്യാഗങ്ങൾ സഹിക്കുന്നുവോ, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുവോ, അതനുസരിച്ച് വലിയൊരു സമൂഹം ഉറച്ചു തന്നെ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നതായിരിക്കും കർത്താവ് പറയുന്നത്. കഴിഞ്ഞ 2020 വർഷമായി നമ്മുടെ മാതൃ തിരുസഭയിൽ നിന്ന് വിട്ടുപോയവര് പലവിധ കാരണങ്ങളാൽ, പൈശാചിക ശക്തികളുടെ പ്രേരണയാൽ അവർ സത്യം മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, അവര് അനുതപിച്ചുകൊണ്ട് അവർ മാതൃസഭയിലേക്ക് ഓടി വരും. അവരെല്ലാം സത്യം മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി മാറും. ഓർക്കുക, മുന്നറിയിപ്പിലൂടെ ഓരോ മനുഷ്യനും ലഭിക്കുന്ന അനുഗ്രഹം വളരെ വളരെ വലുതാണ്. ഈ ഒരു വലിയ അനുഗ്രഹം ലഭിച്ച ശേഷം വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ആ പഴയ വഴിയിലേക്ക് ഒരിക്കലും നാം തിരിഞ്ഞു പോകരുതെന്ന് നമ്മെ അവിടെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത സന്ദേശത്തിൽ ഈ മുന്നറിയിപ്പിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണം,
മുന്നറിയിപ്പ് എപ്പോൾ സംഭവിക്കുമെന്നുള്ള അടയാളങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, എൻ്റെ നിരന്തരമുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയിലും അതോടൊപ്പം സമൂഹ പ്രാർത്ഥനയിലും ഓരോ കുർബാനയിലും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പുരോഹിതൻ ഒരിക്കലും ഒറ്റയ്ക്ക് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. നരകത്തിൽ പോയാൽ ആ പുരോഹിതന്റെ മോശമായ സ്വഭാവം കാരണം ഇടർച്ചയ്ക്ക് കാരണമായ വലിയൊരു സംഭവം ഉണ്ടാകും. സ്വർഗത്തിൽ പോയാൽ ആ പുരോഹിതന്റെ വചനം കേട്ടും ആ പുരോഹിതനോട് രക്ഷ നേടിയ അനേകരും സ്വർഗത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്നു നല്ലവനായ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിച്ച്, നാം നേരിട്ട് കാണുന്നില്ലെങ്കിലും സ്വർഗത്തിൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ